നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് ആകാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ്. കെ സുധാകരനെ ഇന്നു മാറ്റും, നാളെ മാറ്റും, മറ്റന്നാൾ മാറ്റും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറയായി. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകട്ടെ മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണെങ്കിലും മാറ്റാൻ പറ്റിയ ആളെ കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ വലിയ വിഷമം. കെ സുധാകരന് പകരം ആരെ KPCC അധ്യക്ഷനാക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലും അഖിലേന്ത്യാ നേതൃത്വത്തിലും വലിയ ചിന്താക്കുഴപ്പമാണ്. എന്ന് വെച്ചാൽ സുധാകരന് പകരം വയ്ക്കാൻ ഒരാളെ ഇതുവരെ കോൺഗ്രസിന് കിട്ടിയിട്ടില്ല എന്നർത്ഥം. കോൺഗ്രസിൽ KPCC അധ്യക്ഷനാകാൻ ഇത്രയ്ക്ക് ആളെ കിട്ടാത്ത അവസ്ഥ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് ചില ദോഷൈക ദൃക്കുകൾ പറയുന്നത്. ഏതായാലും സുധാകരനെ ഉടനൊന്നും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ സുധാകരന് പകരം പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു, PJ കുര്യൻ മുതൽ ആന്റോ ആന്റണി വരെ. എന്നാൽ ഇവർക്കാർക്കും സുധാകരന് പകരം നിൽക്കുന്ന ഒരു നേതാവാകാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. PJ കുര്യനെ KPCC അധ്യക്ഷനാക്കാൻ ആദ്യം ആലോചിച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തോട് ഒട്ടും താല്പര്യമില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പിന്നെയുള്ളത് ബെന്നി ബെഹനാന്റെ പേരായിരുന്നു. ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷനാക്കിയാൽ ഓർത്തഡോക്സ് പക്ഷം ഇടയുമോ എന്നുള്ള പേടി കോൺഗ്രസിന് നന്നായുണ്ട്. കാരണം വളരെ സീനിയർ നേതാവാണെങ്കിലും ബെന്നി ബെഹനാൻ യാക്കോബായ പക്ഷക്കാരനാണ്. പിന്നെ കേട്ട പേര് ആന്റോ ആന്റണിയുടെ പേരാണ്. എന്നാൽ ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനാക്കാൻ തക്ക വലിപ്പമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടോ എന്നാണ് മറ്റു ചില കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. അതോടെ അതും പെൻഡിങ്ങിലായി. പിന്നെ KC ജോസഫ് അടക്കമുള്ള പല നേതാക്കളുടെ പേരുകളും ഉയർന്നു വന്നെങ്കിലും ഒന്നിലും അങ്ങ് തീരുമാനമായില്ല. ഇതിനിടയിൽ അടൂർ പ്രകാശ് പറ്റിയ ആളായി ഉയർന്നു വന്നതായിരുന്നു. കെ സുധാകരന്റെ അതേ സമുദായക്കാരൻ, സീനിയർ നേതാവ്, പലതവണ MLA-യും മന്ത്രിയും MP-യും ഒക്കെ ആയാൽ അതിന് പറ്റിയ KPCC അധ്യക്ഷനാക്കാൻ പറ്റിയ മുഖമാണ് അടൂർ പ്രകാശിന്റേതെന്ന് എല്ലാവരും തത്വത്തിൽ അംഗീകരിച്ചു വന്നപ്പോഴാണ് സാക്ഷാൽ VM സുധീരൻ ആ വെടി പൊട്ടിച്ചത്. അത് മറ്റൊന്നുമല്ല, അടൂർ പ്രകാശ് ബാർ മുതലാളിയാണത്രേ. മദ്യ വ്യവസായിയെ KPCC അധ്യക്ഷനാക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ കേരളത്തിലെ കോൺഗ്രസിന് വന്നിട്ടില്ല എന്നാണ് VM സുധീരൻ പറയുന്നത്. അദ്ദേഹം പറയുക മാത്രമല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. അതോടെ അടൂർ പ്രകാശിന്റെ കാര്യത്തിലും കട്ടപ്പുക. ഇനി ആരെ KPCC അധ്യക്ഷനാക്കുമെന്ന ചിന്താക്കുഴപ്പത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. തലമുഞ്ഞാലോചിച്ചിട്ടും കെ സുധാകരന് പകരം വയ്ക്കാൻ പറ്റിയ ഒരു പേര് പോലും ഇപ്പോൾ നിലവിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 14 ജില്ലകളിലും കോൺഗ്രസ് പ്രവർത്തകർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പല നേതാക്കളുണ്ടെങ്കിലും അവരുടെയൊക്കെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും കെ സുധാകരനെ മാറ്റി അവരേക്ക് വെച്ചാൽ എന്തായിരിക്കും ഫലം? കാരണം റോജി M. ജോണിനെ പോലെയുള്ള പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും ഇവർക്കൊന്നും സീനിയോറിറ്റി ഇല്ലാത്തതുകൊണ്ട് മുതിർന്ന നേതാക്കൾ ഇവർ പറഞ്ഞാൽ കേൾക്കുമോ എന്നാണ് പലരും ശങ്കിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് 125 വർഷം പഴക്കമുള്ള ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസിന് കേരളത്തിലെ അവരുടെ PCC പ്രസിഡന്റിനെ കണ്ടെത്താൻ ഇതുവരെ കഴിയുന്നില്ല എന്നതാണ് ഖേദകരമായ വസ്തുത, അല്ലെങ്കിൽ കൗതുകപരമായ വസ്തുത. ഏതായാലും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടനടിയൊന്നും കെ സുധാകരൻ മാറില്ലെന്ന് ഉറപ്പായി. കാരണം സുധാകരന് പകരം വയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് ഇല്ലത്രേ.